നമസ്കാരം. ഇന്ന് നമുക്ക് ദശപുഷ്പങ്ങളിലൊന്നായ കറുകയെ പരിചയപ്പെടാം. കറുക ബർമുഡ ഗ്രാസ്, സംസ്കൃതത്തിൽ ദൂർവ അനന്ത എന്ന് പറയുന്നു. അതിൻ്റെ ഫാമിലി പൊയേസിയെ, ശാസ്ത്രനാമം സൈനോഡോൺ ഡാക്ടൈലോൺ. ഇന്ത്യയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും പുൽത്തകിടിയായും മറ്റും കാണുന്ന കറുക രണ്ടു തരത്തിലുണ്ട്, നീലത്തണ്ടും വെള്ളത്തണ്ടുമായി. രണ്ടും ഒരുപോലെ തന്നെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ആയുർവേദത്തിൽ ഒരുപാട് ഔഷധയോഗങ്ങളിൽ ഉപയോഗിക്കുന്ന കറുക മധുര കഷായ തിക്തരസവും ലഘുഗുണവും മധുരവിഭാഗവും ശീതവീര്യവും പിത്തശമനവുമായിട്ടുള്ള ചെടിയാണ്. ഇതിൽ ബാഷ്പീകരണ ശേഷിയുള്ള തൈലം അടങ്ങിയിരിക്കുന്നു. രക്തസ്രാവത്തെ തടയുന്നതിനുള്ള കഴിവുണ്ട്. ആയുർവേദത്തിലെ പല ഔഷധയോഗങ്ങളിലും ഫംഗസ് ഇൻഫെക്ഷൻസ്, വ്രണം, പലതരം ത്വക്ക് രോഗങ്ങൾ, വിഷചികിത്സ, നേത്രചികിത്സ എന്നിവയിലെല്ലാം തന്നെ പല ഔഷധയോഗങ്ങളിലും വളരെ ഫലപ്രദമായി കറുകയെ സമൂലമായി ഉപയോഗിക്കുന്നു. രക്തസ്രാവം ഉണ്ടാക്കുന്ന അർശസ് മുതലായ രോഗങ്ങൾ കൂടാതെ മൂക്കിലൂടെ രക്തം വരിക മുതലായതിലെല്ലാം കറുകയുടെ തനി സ്വരസം നീര് പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞി നിർമ്മാണത്തിൽ ദശപുഷ്പങ്ങളെല്ലാം തന്നെ ലഭ്യമായവ കഴുകി വൃത്തിയാക്കി ഇടിച്ചു പിഴിഞ്ഞ നീരെടുത്ത് ഉപയോഗിക്കുന്നത് അണുനാശകവും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതുമായ ഒന്നാണ്. ദൂർവാദി ഘൃതം, ശുദ്ധദൂർവാദി തൈലം, ദൂർവാദി കേരം മുതലായവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട കറുക ഉപയോഗിച്ചുള്ള ഔഷധ യോഗങ്ങളാണ്. ധാരാളം ഉപയോഗങ്ങളുള്ള കറുകയെ നട്ടുവളർത്തി പുൽത്തകിടിയായും മറ്റും സംരക്ഷിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.